ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അന്നൊരു ദിവസം ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം കണ്ടപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് ചോദിച്ചത്, നബിയേ ഇന്നലി ഇലൈക ഹാജ, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെയോ നബിയേ? പറഞ്ഞോളൂ ആയിഷ. തന്റെ ഭർത്താവ് സന്തോഷിച്ചിരിക്കുന്നൊരു നേരം കാണുമ്പോ ഒരു സ്വകാര്യം പറയട്ടെ എന്ന് ഏതൊരു ഭാര്യയും പറയുന്നത് സ്വാഭാവികമാണ്. ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട വല്ല കഥയും അവർക്ക് ആവശ്യമായ വല്ലതും വാങ്ങിക്കാനോ ചോദിക്കാനോ അവർ ചെലവഴിക്കുന്ന നേരമായിരിക്കും അത്. എന്നാൽ ഉമ്മത്തികളുടെ ഉമ്മയായ നമ്മുടെ മാതാവായ മുഅ്മിനീങ്ങളുടെ ഉമ്മയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ഹബീബിനോട് പറഞ്ഞ സ്വകാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. ഹബീബായ നബി തങ്ങളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോ ബീവി പറയുന്നു, പുണ്യ നബി സന്തുഷ്ടരാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം പറയട്ടെയോ നബിയേ? പറഞ്ഞോളൂ ആയിഷ. വീണ്ടും ആയിഷ ബീവി, ഒരു കാര്യം പറയട്ടെയോ നബിയേ? പറഞ്ഞോളൂ ആയിഷ. വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ഒരു കാര്യം പറയട്ടെയോ നബിയേ? പറയൂ ആയിഷ, എന്തിനാണ് ആ മുഖം? നിങ്ങളിത് പറഞ്ഞോളൂ എന്ന് ഹബീബ് തങ്ങൾ സമ്മതം കൊടുത്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ചെറുപ്പക്കാരികളെ, വിദ്യാർത്ഥിനികളെ, ഹബീബായ നബി തങ്ങളോട് അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഈ നേരത്ത് പറയുന്ന വാക്കുകൾ എന്ത് എന്ന് നമ്മൾ ആലോചിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബിയേ ഇസ്തഗ്ഫിരില്ലാഹ ലീ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങ് എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പ് ചോദിക്കണമേ. ചെറുപ്പക്കാരിയാണ് ബീവി. തങ്ങൾ വഫാത്താകുമ്പോൾ 18 വയസ്സാണ് ആയിഷ ബീവിക്ക്. അത് ചരിത്രമാണ്. ആ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണ് ഹബീബായ നബിയോട് ജീവിതത്തിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുള്ള നേരമാണത്. ഹബീബിനോട് പറഞ്ഞത്, നബിയേ എനിക്ക് അല്ലാഹു മാപ്പ് തരാൻ എനിക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണം കേട്ടോ. മഗ്ഫിറത്താണ് അല്ലാഹുവിനോട് നമുക്ക് ചോദിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം. രോഗം മാറണം, അസുഖം മാറണം, പൈസ വേണം, കടം വീടണം, വീട് വേണം, മക്കളെ വിവാഹം ചെയ്തയക്കണം, ഇതൊക്കെ വലുത് തന്നെയാണെങ്കിൽ അതിനേക്കാളും വലുതാണ് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് ചോദിക്കേണ്ടത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാനുണ്ടായ കാര്യവും അതുതന്നെയാണ്. എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് കയ്യുയർത്തുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ. അല്ലാഹുവേ എൻ്റെ ആയിഷക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ആയിഷക്ക് മാപ്പ് ചെയ്തു കൊടുക്കണേ, എൻ്റെ ആയിഷയിൽ നിന്ന് സംഭവിച്ച പാപങ്ങളെ നിരുപാധികം മാപ്പാക്കണേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ 3 തവണ ദുആ ചെയ്തപ്പോ ഫസുരിർതു, എൻ്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം കണ്ടു നബി തങ്ങൾ. തങ്ങൾ ചോദിച്ചു, അസുരിർതി ആയിഷ, നിങ്ങൾക്ക് സന്തോഷമായില്ലേ? വമാലിയ ലാ ഉസർ, നബിയേ ഞാൻ എന്തിന് സന്തോഷിക്കാതിരിക്കണം? വഖദ് ദഅലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മഗ്ഫിറ, എനിക്ക് പുറത്തു തരാൻ എൻ്റെ റസൂലല്ലേ ദുആ ചെയ്തത്, അപ്പൊ ഞാൻ സന്തോഷിക്കണ്ടയോ? എനിക്ക് സന്തോഷം വരില്ലയോ നബിയേ? എനിക്ക് വേണ്ടിയല്ലയോ അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ ആകാശത്തേക്ക് ഉയർന്നത്? ഇത് പറഞ്ഞപ്പോ പുണ്യ നബി നമ്മളെ ഓർത്തു എന്ന് മനസ്സിലാക്കണം. ഹബീബായ നബി ഞങ്ങൾ പറയുന്നു, ആയിഷ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിച്ചത് നിങ്ങൾ കേട്ടപ്പോ നിങ്ങൾക്ക് സന്തോഷമായല്ലേ? എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങയോട് പറയട്ടെയോ ആയിഷ, ഓരോ രാത്രിയിലും എന്നിൽ വിശ്വസിച്ച് മുസ്ലിമാകാൻ പോകുന്ന വരാൻ പോകുന്ന മുസ്ലിമീങ്ങൾക്കടക്കം, ജീവിച്ചിരിക്കുന്നവർക്കടക്കം, മരണപ്പെട്ടു പോയവർക്കടക്കം അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ എന്ന് എൻ്റെ ഉമ്മത്തികൾക്ക് ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു രാത്രിയുമില്ല ആയിഷ എന്ന് ലോകത്തിൻ്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരാണ് നമ്മുടെ നേതാവ്.